സ്റ്റുഡന്റ് ഐ ആം വാസ്ല ദിസ് ഈസ് യുവർ സോഷ്യോളജി ഫാക്കൽറ്റി. സോ ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? NOESന്റെ എക്സാം വരികയാണല്ലേ, അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലേക്കാണ് എല്ലാവരും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് എക്സാം കണ്ടക്ട് ചെയ്യാമെന്നും എക്സാമിന് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ ചാപ്റ്റർ ഏതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടന്റ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്, പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് ഒരുപാടുണ്ട്. ആ ഒരു സബ്ജക്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ അത് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം, അതിൽ ഏതൊക്കെ ചാപ്റ്ററാണ് ഇമ്പോർട്ടന്റ്, അതിൽ ഏതൊക്കെ ചാപ്റ്ററിലാണ് പ്രധാനമായും റിപ്പീറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിനെ കുറിച്ചാണ് ഇന്ന് പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ എന്താണ് സോഷ്യോളജി? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ സോഷ്യോളജി? വാട്ട് ഈസ് സോഷ്യോളജി? അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ അതിനെ സൊല്യൂഷൻ കണ്ടെത്തുക? വാട്ട് ഈസ് സോഷ്യോളജി? അതിൽ ഡിഫൈൻ ബൈ സോഷ്യോളജി എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനൊരു ആൻസർ കൊടുക്കുക? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? സോഷ്യോളജി. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? സോഷ്യോളജി. സോഷ്യോളജി എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? മനുഷ്യന്മാരെ കുറിച്ച്, മനുഷ്യന്മാരുടെ ബന്ധങ്ങളെ കുറിച്ച്, അവർക്കിടയിൽ നടക്കുന്ന റിലേഷൻഷിപ്പ്, ഇന്ററാക്ഷൻസ് തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് എന്ത് നമ്മൾ സോഷ്യോളജി പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സോഷ്യോളജി എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ ചാപ്റ്റർ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ് ചാപ്റ്റർ 3? സോഷ്യോളജി ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ്. ഇതാണ് ചാപ്റ്റർ 3. ഇതിൽ പ്രധാനമായും ഒരുപാട് കാലങ്ങളായി റിപ്പീറ്റ് ചെയ്ത് വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഏതാണ്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. ക്വസ്റ്റ്യൻ നമ്പർ 2 വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് അഥവാ പൊളിറ്റിക്സ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ബൈ സോഷ്യൽ വർക്ക്. ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രധാനമായി എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. എന്താണ് സോഷ്യോളജി? സോഷ്യോളജിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു. എന്താണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സോഷ്യോളജി നമ്മൾ പറഞ്ഞു. അപ്പൊ സോഷ്യോളജി പ്രധാനം വരേണ്ട കുറച്ച് പോയിന്റുകളാണ് പറയുന്നത്. എന്താണ് സോഷ്യോളജി, എന്താണ് ഹിസ്റ്ററി, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താ? വർത്തമാന കാല സംഭവങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ കറന്റ് സൊസൈറ്റിയെ കുറിച്ചാണ് എന്തിൽ പഠിക്കുന്നത്? സോഷ്യോളജിയിൽ പഠിക്കുന്നത്. പിന്നെ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹശാസ്ത്രം ഒരു പുതിയ ശാസ്ത്രമാണ്. കാരണം അഗസ്റ്റ് കോംറ്റെ ആര്? സോഷ്യോളജിയുടെ പിതാവെന്ന് എല്ലാവർക്കും അറിയാം. ദ ഫാദർ ഓഫ് സോഷ്യോളജി ആരാണ്? അഗസ്റ്റ് കോംറ്റെ. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ശാസ്ത്രമാണ് എന്ത്? ഈ സോഷ്യോളജി എന്ന് പറയുന്നത്. സമൂഹശാസ്ത്രത്തിലെ പലതരത്തിലുള്ള അതായത് സമൂഹശാസ്ത്രത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചരിത്രത്തിലില്ല. അപ്പൊ സമൂഹശാസ്ത്രത്തിലുള്ള പലതും എന്തിലില്ല? ചരിത്രത്തിൽ ഇല്ല. അതാണ് അടുത്ത ഡിഫറൻറ്റ് എന്താണ്? സമൂഹശാസ്ത്രത്തിൽ മനുഷ്യരെ കുറിച്ചാണ് പഠിക്കുന്നത്. സമൂഹശാസ്ത്രത്തിൽ ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? മനുഷ്യരെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ സമൂഹശാസ്ത്രത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ചരിത്രത്തിന്റെ ഫീച്ചേഴ്സ് അഥവാ ഹിസ്റ്ററിയുടെ ഫീച്ചേഴ്സ് നോക്കാം. എന്താണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ കുറിച്ച് പഠിക്കുന്നതാണ്. അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തെ, ഭൂതകാലഘട്ടത്തെ കുറിച്ച് പഠിക്കുന്ന ഒന്നാണ് എന്ത്? ഹിസ്റ്ററി. അപ്പൊ ഹിസ്റ്ററിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഭൂതകാല സംഭവങ്ങളെ കുറിച്ചാണ് എന്തിൽ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. ചരിത്രം ഏറ്റവും പഴക്കമുള്ള ഒരു ശാസ്ത്രമാണ്. ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പഴക്കമുള്ള ഒരു ശാസ്ത്രമാണ്. അതുപോലെ തന്നെ ചരിത്രം ഏത് സംഭവത്തെയും വളരെ സമഗ്രമായ രീതിയിൽ, വളരെ വിശാലമായ രീതിയിൽ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ദെൻ ചരിത്രം മനുഷ്യരുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ചരിത്രത്തിൽ എന്താണ് പഠിക്കുന്നത്? മനുഷ്യന്മാരുടെ വിവിധ ഘട്ടങ്ങളെ, കാലക്രമത്തിനനുസരിച്ചുള്ള വിവിധ ഘട്ടങ്ങളെ കുറിച്ചാണ് എന്തിൽ പഠിക്കുന്നത്? ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതായിരുന്നു? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. അപ്പൊ സോഷ്യോളജി എന്താണ്, ഹിസ്റ്ററി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്സ്. സോഷ്യോളജി എന്താ, പൊളിറ്റിക്സ് എന്താന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ സോഷ്യോളജി എന്താന്ന് ഒരു വട്ടം പറഞ്ഞതാണ്, എങ്കിൽ കൂടിയും പറയാം. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തെ കുറിച്ചുള്ള ഒരു പഠനശാഖയാണ് എന്ത്? സോഷ്യോളജി. സമൂഹത്തെ, നമ്മൾ അടങ്ങിയിട്ടുള്ള, നമ്മൾ മനുഷ്യന്മാരടങ്ങിയിട്ടുള്ള ഈ ഒരു സമൂഹത്തെ കുറിച്ചുള്ള ഒരു പഠനശാഖയാണ് എന്ത്? സോഷ്യോളജി. പിന്നെ സാമൂഹിക ജീവിയായ മനുഷ്യരെ കുറിച്ചാണ് അതിൽ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. സാമൂഹിക ജീവിയായിട്ടുള്ള നമ്മൾ അടങ്ങിയിട്ടുള്ള
തുടങ്ങിയിട്ടുള്ള ഈ ഒരു മനുഷ്യന്മാരെ കുറിച്ചാണ് എന്തിൽ പഠിക്കുന്നത്? സോഷ്യോളജിയിൽ പഠിക്കുന്നത്. പിന്നെ സോഷ്യോളജി വേറെ എന്തൊക്കെയാണ് പഠിക്കുന്നത്? വിവാഹത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കുടുംബത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ബന്ധുത്വത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മതത്തെ കുറിച്ച് പഠിക്കുന്നു തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും എന്തിൽ പഠിക്കുന്നുണ്ട്? സോഷ്യോളജി എന്ന സബ്ജക്റ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കൈകാര്യം ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? സാമൂഹിക ശാസ്ത്രം ഒരു പൊതുശാസ്ത്രമാണ്. കാരണം എന്താന്ന് വെച്ചാൽ എന്താ? സാമൂഹിക ശാസ്ത്രത്തിൽ ഇവയെല്ലാം പഠിക്കുന്നത് കൊണ്ട് തന്നെ സാമൂഹിക ശാസ്ത്രം എന്താണ്? ഒരു പൊതുശാസ്ത്രമാണ്. അടുത്തത് നമുക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് ചർച്ച ചെയ്യാം. എന്താണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? രാഷ്ട്രതന്ത്രം. പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രതന്ത്രം. അപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എന്തിൽ പഠിക്കുന്നത്? പൊളിറ്റിക്സിൽ പഠിക്കുന്നത്. അപ്പൊ പൊളിറ്റിക്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? രാഷ്ട്രതന്ത്രം എന്താണ് പഠിക്കുന്നത്? ഭരണകൂടത്തെ കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത്. ഭരണകൂടത്തെ കുറിച്ചാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. പിന്നെന്താ പഠിക്കുന്നത്? രാഷ്ട്രതന്ത്രത്തിൽ ഗവൺമെന്റിനെ കുറിച്ച്, നമ്മളുടെ ഈ ഒരു ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പഠിക്കുന്നുണ്ട്? രാഷ്ട്രതന്ത്രത്തിലൂടെ സംഘടിത സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സംഘടിത സമൂഹങ്ങളെ കുറിച്ച് എന്തിൽ പഠിക്കുന്നുണ്ട്? ഈ ഒരു പൊളിറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. പിന്നെന്താണ് പഠിക്കുന്നത്? രാഷ്ട്രതന്ത്രം മനുഷ്യന്റെ ബോധപൂർവമായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ രാഷ്ട്രതന്ത്ര അഥവാ പൊളിറ്റിക്സ് എന്തൊക്കെയാണ് പഠിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഭരണകൂടത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മനുഷ്യന്മാരുടെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സംഘടിത സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, എലക്ഷന്, വോട്ട് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യത്തെ കുറിച്ചും എന്തിനു ഡിസ്കസ് ചെയ്യുന്നുണ്ട്? ഈ ഒരു പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സോഷ്യോളജി എന്താ, പൊളിറ്റിക്സ് എന്താന്ന് മനസ്സിലായില്ലേ? അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്തത് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ടോപ്പിക്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ബൈ സോഷ്യൽ വർക്ക്. എന്താണ് സോഷ്യൽ വർക്ക്? എന്താണ് ഈ ഒരു സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യൽ സർവീസ് അഥവാ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കേതിക രീതികളാലും അതുപോലെ തന്നെ വിവരണങ്ങളാലും മനുഷ്യന്റെ അവസ്ഥയെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു പഠന ശാഖയാണ് എന്ത്? സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ ഇതിൽ പ്രധാന വിഷയം എന്താണ്? മനുഷ്യന്റെ അവസ്ഥയാണ്. മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചാണ് ഇതിൽ പ്രധാനമായി എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യന്റെ ക്ഷേമത്തെ കുറിച്ചും മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചും മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിൽ പ്രധാനമായി എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യന് ഇത്രത്തോളം ഉയർച്ച വരുന്നതിന് വേണ്ടിയിട്ടും മനുഷ്യൻ ഇത്രത്തോളം സമൂഹത്തിൽ എന്തൊക്കെയാണ് മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇവയെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇതിനൊക്കെ ഒരു നല്ലൊരു മാർഗനിർദ്ദേശം ഗവൺമെന്റിൽ നിന്നും ഉള്ള ഒരുപാട് പോളിസീസുകളും പ്രോഗ്രാമുകളൊക്കെയാണ് ഇതിലൂടെ പ്രധാനമായി എന്ത് ചെയ്യുന്നത്? ഈ ഒരു സോഷ്യൽ വർക്കിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ സർവീസിലൂടെ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് ഏതാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ചാപ്റ്റർ 3 ആണ്. അപ്പൊ പ്രധാനമായി ഈ ചാപ്റ്റർ 3 നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലോണം പഠിക്കുക. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് കറക്റ്റ് ആയിട്ടുള്ള അതിന് ആൻസർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലോണം ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഓൾ സ്റ്റുഡൻസ്. താങ്ക് യു സോ മച്ച്.